Hello, welcome back to my AKS online class. Here we are going to discuss about a very small topic, that is interval of real numbers R. Okay, so we are familiar with real numbers. What is real number? Real numbers includes all kind of numbers such as rational, irrational, integers, whole numbers and natural numbers. These all numbers are included in real numbers. Today we are going to discuss about interval of real numbers. What is an interval? Interval is the set of numbers that comes between any two number of the set. അതായത് ഇൻ്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഒരു സെറ്റ് നമ്പർ ഒരു സെറ്റിലെ രണ്ട് എലമെൻസിന് ഇടയിൽ വരുന്ന സെറ്റ് ഓഫ് എലമെൻസിനെ നമ്മൾ ഇൻ്റർവൽ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ്റർവൽ ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ലൈൻ ബിറ്റ്വീൻ ഓർ ദാറ്റ് കംസ് ബിറ്റ്വീൻ എനി ടു നമ്പേഴ്സ് ഓഫ് ദി സെറ്റ്. ഒരു സെറ്റിലെ രണ്ട് എലമെൻറ്റിൻ്റെ ഇടയിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഇൻ്റർവൽസ്. ക്ലിയർ? സോ the interval of the real numbers can be represented mainly in three ways. മൂന്ന് രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. The first one is open interval. First one is open interval. The second one is closed interval, and the third one is semi-open interval. Now let us discuss what is an open interval. In the open interval is simply written in this kind of bracket. That is the common bracket. We are writing the endpoints. Then that interval is known as open interval. That means this is an open interval of AB. A and B are the any 2 points in the set. And in open interval, we are simply enclosing these endpoints in this kind of bracket. Okay, this kind of bracket. That interval is known as open interval. The open interval, what is the definition? The set of real numbers for all y such that a less than y less than b. എക്കും ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സിനെയാണ് ഈ ഓപ്പൺ ഇൻ്റർവൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹിയർ എ ബിയും എൻ പോയിൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് എൻ പോയിൻറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെറ്റ്. അതിൽ എൻ പോയിൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യില്ല, പറയൂല. അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് മാത്രം വരുന്ന ഒരു സെറ്റിന് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദിസ് ഈസ് റീഡ് ആസ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദാറ്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബി മീൻസ് ദിസ് ഈസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഫോർ ഓൾ എലമെൻറ്റ്സ് ഓഫ് വൈ സച്ച് ദാറ്റ് വൈ ലൈസ് ബിറ്റ്വീൻ ഓൺലി ദീസ് ടു എൻ പോയിൻറ്റ്സ്. ഈ രണ്ട് എൻ പോയിൻറ്റ്സിന് ഇടയിൽ വരുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ എ ബി എന്ന് പറയുന്ന എൻ പോയിൻറ്റ്സ് ഇതിൻ്റെ സെറ്റിൽ എലമെൻറ്റ്സ് ആയിട്ട് വരില്ല. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഫോർ a set x is equal to for all elements of x such that x is a real number minus 2 less than x less than 5. അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നുണ്ട്, ഇതിൻ്റെ ഇൻ്റർവൽ എഴുതാനാണ് പറയുന്നത്. ദിസ് ഇസ് റിട്ടൺ ഇൻ സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റൈറ്റ് ദ ഇൻ്റർവൽ. ഇപ്പോൾ ഇൻ്റർവൽ എഴുതാൻ പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സെറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇസ് എ റിയൽ നമ്പർ ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ഇൻ്റർവൽ പറയുന്നുണ്ട് -2 5 ആണ്. ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇതിൽ -2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഈക്വൽ സൈൻ വന്നു കഴിഞ്ഞാലാണ് ഇത് രണ്ട് ഇൻക്ലൂഡ് ആവുമെന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് എൻ ഓപ്പൺ ഇൻ്റർവൽ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -2 5. ദിസ് ഈസ് ദ ബ്രാക്കറ്റ് ഡിനോട്ട് ദ ഓപ്പൺ ഇൻ്റർവൽ ബ്രാക്കറ്റ് -2 5. ഇറ്റ് ഈസ് ക്ലിയർ? Next we can see how these open interval AB is represented in a number line. ഒരു റിയൽ നമ്പർ ലൈനിൽ എങ്ങനെയാണ് ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് എ നമ്പർ ലൈൻ and we know that this AB is an endpoint. This A is an endpoint, this B is another endpoint. In open interval AB is not included, so this endpoint is written as open. We are putting an open circle at both endpoints. ആ endpoints circle വരയ്ക്കും നമ്മൾ. That means the interval lies between these 2 points A, B, but this A and B are open. That means the A, B is not included. The interval lies in between A and B. This is the representation of the open interval AB.
And here we have an example, x is equal to, for all elements of such that x is a real number, minus 2, 5. How these represented in a real number line? So we have one point minus 2 and we have another point that is 5, and we can say that this is an open interval. This is an open interval, so thus minus 2 is not included, so the point is denoted as open, and 5 is not included, that point is also open, and this, the in between minus 2, 5 is included in the interval. This is the representation of the open interval minus 2, 5. Clear? Next. So next we are discussing about closed interval. So closed interval represented in a square bracket. The endpoints are written in a square bracket. So this becomes the closed interval. And this is read as the closed interval AB means for all elements of x such that x is a real number and a less than or equal to x less than or equal to b. In closed interval, the elements is in between a, b, also the endpoints are also included. That is why we are putting an equal sign here. Okay, so for a closed interval AB, for all elements of x such that x is a real number, a less than or equal to x less than or equal to b. In a closed interval AB, both endpoints are also included in the interval set. Clear? How this closed interval AB is represented in a number line? So this is a number line, and we have 2 points A, B. Okay, 2 points. The A is also included in the set, so this is a, we are putting a closed circle here at the point A, also at the point B. So in between there is an interval. So here the closed interval AB, both endpoints AB is included, also the elements in between AB is also included in the closed interval set AB. For example, minus 5, 5, closed interval minus 5, 5. We can return the set builder form such that for all elements of x such that x is a real number and minus 5 less than or equal to 5, x less than or equal to 5. That means here the interval is lies between minus 5 and 5. Also the endpoints minus 5 and 5 is also included in the closed interval set minus 5, 5. And here how we are representing this closed interval minus 5, 5 in a real line. That means there is 2 points minus 5, 5, and the 2 points are closed. That means we are putting a closed circle at these points, and in between the elements are included in the set. We have endpoints, also the elements in between them is included in the closed interval set. The next is semi-open interval. Semi-open interval means semi-open interval can be written in two ways. One in this way and other in this way. That means here one end is closed, the other end is open. Here the one end is open, the other end is closed. And if you return the bracket like this, that means the one end is closed, other end is open. How we can write in set builder form? For all elements of x such that x is a real number, for the how the interval lies, that means a less than or equal to x less than b. Here the a is closed, so there is an equal sign at the a side. So in this set a is included, the endpoint a is included in the interval, but b is not included. Okay, b side is open. If the open interval, the semi-open interval is lies written like this, that means open at a, closed at b. How we written in set builder form? How we written in set builder form? For all elements of x such that x is a real number, a is open. So a, the endpoint is not included in the set, and b is closed, so endpoint b is included in the set. So a less than, x less than or equal to b. And how these two semi-open interval is represented in a number line? 2 points AB. The first condition, closed at A and open at B. Closed at A means we are putting a closed circle at the point A and we are putting an open circle at the point B, and this is the number line, the interval. And how this open A and closed at B is represented? We have a number line. A is open, they are putting an open circle,
and B is closed. Here we are putting a closed circle, and in between there is an interval. Here the B is included in the interval, here the A is included in the interval. Next we go some example. The set X for all elements of X such that X is a real number and the interval is -5 less than X less than or equal to 7. So we can say that this is a semi-open interval. Here the one end is open, the -5 is not included, but the 7 is closed because 7 is included because of this equal sign. And what is the interval form of this? Because we have two endpoints, -5, 7. -5 is open, so we put a open bracket here, and 7 is closed, we put a closed bracket here. Clear? And write the interval closed at -3 and open at 5 in the set builder form. അങ്ങനെ set builder ഫോമിൽ എഴുതും. X is a set such that for all elements of X such that X is a real number, -3 less than or equal to, because this is closed, so there is an equal sign, X less than 5. 5 is not included, so 5 is open. Okay, the next important point പറഞ്ഞാൽ what is an length of any interval? എന്താണ് ഒരു interval and length എന്ന് പറയുന്നത്? The number b minus a is called the length of any interval a b. ഓപ്പൺ ഇൻ്റർവൽ ആയാലും ക്ലോസ്ഡ് ഇൻ്റർവൽ ആയാലും സെമി ഓപ്പൺ ആയാലും ആ രണ്ട് രീതിയിൽ എഴുതിയാലും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദാറ്റ് ഇൻ്റർവൽ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിന്റ്സിൻ്റെ ഡിഫറൻസിനെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ് ഈസ് എ സെറ്റ് സച്ച് ദാറ്റ് ഫോർ ഓൾ എലമെന്റ്സ് ഓഫ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ദിസ് ഈസ് ദ interval, so that -5 less than or equal to X less than or equal to 5. Because of this equal sign, both ends are closed, so it is a closed interval -5, 5. And we written as, what is the length of this interval? Length of this interval is b minus a. That means 5. The b here, a, b is 5, 5 minus -5, that's equal to 10. So this is the length of the interval. So this is all about the interval of the real numbers. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.